ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കള്ളിമുൾ ചെടിയുടെ മോഡലിലുള്ളൊരു പോട്ടാണ്. അപ്പം പോട്ടായിട്ടും ഷോ പീസായിട്ടും ഇൻഡോർ പോട്ടായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പം എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് മോൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് പീസും 15 സെൻറ്റിമീറ്റർ അതിൻ്റെ പൊക്കവും, എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകത്തോട്ടും അടി സൈഡിൽ 2.5 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്ത് അകത്തോട്ടും വരച്ച് അതിൽ ഞാൻ ചരിവ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചരിവിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് മൊത്തത്തിൽ 4 പീസ് അതേ കണക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊരു 3 പീസ് കറക്റ്റ് സെൻറ്റർ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ആ 3 പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 3 പീസുകളും കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണലാണ്. മണലെന്ന് പറയുമ്പോഴും മണ്ണ് ചേർന്ന മണലായിരുന്നാലും അതൊന്നും മതിയാകും. ഇവിടെ ഞാൻ മണ്ണ് ചേർന്ന മണൽ അധികം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ലെയർ മണലാണ് എടുത്തിരിക്കുന്നത്. മണല് നമ്മൾ അടി സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത പീസും ഒരു ചെറിയ കട്ടിക്ക് ഇട്ടിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത പീസും കട്ട് ചെയ്യാത്ത വലിയ പീസ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത പീസ് അപ്പുറവും ഇപ്പുറവും വെച്ച് കറക്റ്റ് അകലങ്ങൾ പിടിച്ച് വെച്ചിട്ട് അതിനെ നമ്മൾ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിലത്തെ മണൽ ശകലം ഒന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റിയിട്ട് ബാക്കി വെളിയിലുള്ള എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് മണ്ണും മണലും കൂടെ ചേർന്ന ഒരുതരം മണ്ണ് നമുക്ക് തൊടിയിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ മണ്ണുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ആ മണ്ണ് ചെറിയൊരു ഈർപ്പത്തിൽ നമുക്ക് ആ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്യാം. അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഈർപ്പം ഉണ്ടെങ്കിൽ കുറച്ച് മണലും കൂടെ അതിൻ്റെ പുറത്തുനിന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് മോൾഡിൻ്റെ ആ കാർഡ്ബോർഡിൻ്റെ കറക്റ്റ് അളവിന് ബാക്കിയുള്ളത് അരിഞ്ഞ് കളയുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈബർ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് നമുക്ക് അതിൻ്റെ ഓരോ ഗ്യാപ്പിലും ചെറിയ കുഴിവ് കണക്ക് അകത്തോട്ട് പ്രസ് ചെയ്ത് ബാക്കിയുള്ളത് അരിഞ്ഞ് കളയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിന് കുഴിവ് റെഡിയാക്കി എടുക്കാം. അതെല്ലാം കഴിഞ്ഞ് മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പഴയ കോട്ടൺ തുണിയും. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് നല്ലോണം കലക്കിയിട്ട് കോട്ടൺ തുണി ചെറിയ പീസുകളായിട്ട് കീറിയെടുത്ത് നമുക്ക് മോൾഡിൻ്റെ ആ കുഴിവ് ഭാഗത്ത് എല്ലാ സൈഡിലും നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 1-2 ലെയർ നല്ലോണം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കട്ടി കിട്ടും. അപ്പോൾ ഉണങ്ങാൻ നേരത്ത് നമുക്ക് ഇളക്കിയെടുത്തിരുന്നാലും അത് പിന്നെ നല്ലൊരു ബലത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഏകദേശം ഉണങ്ങിയതാണ്. ഇനി അതിനകത്തുള്ള മണ്ണും ആ പേസ്പോർട്ടിൻ്റെ പീസുകളും കൂടെ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ അകത്ത് മണ്ണിൻ്റെ അംശം വലുതായിട്ടുണ്ടെങ്കിൽ അക സൈഡ് ഒന്ന് കഴുകി എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടെടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം നല്ല ബലമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് ആ മോൾഡിൻ്റെ പുറത്തെ സൈഡിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ കുഴിവ് ഭാഗങ്ങളൊക്കെ കുറേശ്ശെ തേച്ചിട്ട് ബാക്കി ആ വെളിയിലോട്ട് തള്ളിയിരിക്കുന്ന സൈഡെല്ലാം നല്ല വൃത്തിക്ക് തന്നെ കട്ടിക്ക് നമുക്ക് കരണ്ടി കൊണ്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ടോ ചെറിയ കത്തി ഉപയോഗിച്ചോ നമ്മൾ ഏതത്തിന് നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് മുകൾ സൈഡിലും കൂടെ ആ തുണിയുടെ പാട് എവിടെയെല്ലാം കാണുന്നു അവിടെയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടി സൈഡിലും വൈറ്റ് സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നമുക്ക് ആ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റ് അതിൻ്റെ എൻഡ് ഭാഗങ്ങളെല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ കരണ്ടി ഉപയോഗിച്ച് അവിടെയും കൂടെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാ സൈഡും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിനെ വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്കതിനെ മൊത്തം പേപ്പർ ആ വലിയ തടുപ്പെല്ലാം പേപ്പർ ചെയ്ത് നല്ലൊരു ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ 80-ൻ്റെ പേപ്പർ മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ 80-ൻ്റെ പേപ്പറോടൊപ്പം തന്നെ നമുക്ക് വലിയ തടുപ്പെല്ലാം പോയി നല്ല ലെവലിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ പുറത്തെ സൈഡിൽ ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന കണക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ ചെറുതായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗത്തെല്ലാം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് വൈറ്റ് സിമെൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് ചെറിയ കത്തിയോ ചെറിയ കരണ്ടിയോ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത
അതിൻ്റെ അകത്ത് സൈഡിൽ ചെറിയതായിട്ട് കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഓവർ വലുതായിട്ട് വേണ്ട, കുത്തുകൾ ചെറുതായിട്ട് മതിയാകും. ചെറുതായിട്ട് കുത്തുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വൈറ്റ് സിമെൻ്റ് എല്ലാം കൂടെ നല്ലവണ്ണം കലക്കിയിട്ട് അകത്ത് സൈഡ് ആ തുണിയൊന്നും മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ 1-2 ലെയർ നല്ലവണ്ണം ഒഴിച്ച് കറക്കിയെടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് കറക്കിയെടുക്കുമ്പോൾ എല്ലാ സൈഡിലും പറ്റും. അപ്പോൾ അകത്തെ സൈഡിലും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഏറ്റവും അടി സൈഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പോട്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഹോൾ ഇടുക, അല്ലാതെ നമുക്ക് ഷോ പീസായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടാണെങ്കിൽ നമുക്ക് ഹോൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ അകത്തെ സൈഡിൽ നല്ലവണ്ണം പേപ്പർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 220-ൻ്റെ പേപ്പറും കൂടെ ഇട്ട് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കുക. പേപ്പറെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക ആദ്യം എടുത്തേക്കുന്നത് നമുക്ക് ലൈറ്റ് ഗ്രീനും ഒലീവ് ഗ്രീനും കൂടെ ഞാൻ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ ബാക്കി ആ പേജിൽ കൂടെ തന്നെ കുറച്ച് അക്രിലിക്കിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് മുകൾ സൈഡിലും നമുക്ക് ആ എഡ്ജ് ഭാഗത്തും കൂടെ ഒന്ന് ഓട്ടിച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.